നമസ്കാരം, എല്ലാവർക്കും സ്വാഗതം. ഇനി നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന 4 മണിക്കൊക്കെ കഴിക്കാൻ പറ്റുന്ന പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സ്നാക്കിൻ്റെ റെസിപ്പിയാണ് കാണിക്കാൻ പോകുന്നത്. അപ്പോൾ അതിനായിട്ട് നമ്മളിവിടെ ദോശയുടെ മാവാണ് എടുത്തിരിക്കുന്നത്. 1 കപ്പ് നമ്മൾ ദോശയുടെ മാവ് എടുത്തിട്ടുണ്ട്. 1 കപ്പ് എന്ന് പറയുമ്പോൾ 250 ml ആ കപ്പിലാണ് എടുത്തേക്കുന്നത്. പിന്നെ റവയാണ് എടുത്തേക്കുന്നത്. റവ എന്ന് പറയുമ്പോൾ ഒരു 60 ഗ്രാം റവ എടുത്തിട്ടുണ്ട്. 1/4 കപ്പ്. പിന്നെ നമുക്ക് ചെറിയ ഉള്ളി ഒരു 5-8 ചെറിയ ഉള്ളി ഇതുപോലെ ചെറുതായിട്ട് കട്ട് ചെയ്തത്, അതും കൂടി ഇതിനകത്തോട്ട് ഇട്ട് കൊടുക്കണം. പിന്നെ കുറച്ച് ഇഞ്ചി, ഒരു ചെറിയ പീസ് ഇഞ്ചി കൊത്തിയരിഞ്ഞത്, അതുപോലെ 2 പച്ചമുളക്, അത് എരിവിനനുസരിച്ച് നിങ്ങൾക്ക് ഇടാവുന്നതാണ്. പിന്നെ കറിവേപ്പില ഉണ്ടെങ്കിൽ ഇടാം. അപ്പം അത് ഞാനിവിടെ ഉപയോഗിച്ചിട്ടില്ല കറിവേപ്പില. ഈ ദോശയുടെ ബാറ്ററിൽ ഓൾറെഡി നമ്മൾ ഉപ്പ് ചേർത്തിട്ടുണ്ട്, അതുകൊണ്ട് ഉപ്പ് നോക്കിയിട്ട് മാത്രം കുറച്ച് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുക. അപ്പം ഞാനിവിടെ ഇത്തിരി ഉപ്പും കൂടി ആഡ് ചെയ്യുന്നുണ്ട്. ഇനി ഇത്തിരി കുരുമുളക് പൊടിയാണ് എടുത്തേക്കുന്നത്. ഒരു 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇതെല്ലാം കൂടി നമുക്ക് നിന്ന് മിക്സ് ചെയ്തെടുക്കണം. നമ്മൾ ഈ ഇൻഗ്രീഡിയൻസ് എല്ലാം നമ്മൾ ഈ ഉഴുന്നുവടയൊക്കെ ചേർക്കുന്ന പോലെ തന്നെ ആ ഇൻഗ്രീഡിയൻസ് ഒക്കെ തന്നെയാണ് നമ്മൾ ഇതിനും ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഇതെല്ലാം കൂടി നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ ദോശമാവ് ഇരിപ്പുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന സാധനമാണ്. നമ്മൾ ചായയൊക്കെ ഒന്ന് റെഡിയാക്കി എടുക്കുമ്പോഴത്തേന് ഇതും റെഡിയായി കിട്ടുന്നതായിരിക്കും. അപ്പോൾ നമ്മൾ നല്ലപോലെ ഇത് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമ്മളിവിടെ സോഡാപ്പൊടിയോ അങ്ങനെയൊന്നും ചേർക്കുന്നില്ല. നല്ലപോലെ ഫെർമെൻ്റ് ആയ ദോശമാവാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ വേറെ ഒന്നും ഫെർമെൻറ്റേഷന് വേണ്ടി യൂസ് ചെയ്യുന്നില്ല. ഇനി ഞാനിവിടെ കറിവേപ്പില യൂസ് ചെയ്യുന്നില്ല, അതുകൊണ്ട് എൻ്റെ കറിവേപ്പില ഇല്ലാത്തതുകൊണ്ട് ഞാനത് യൂസ് ചെയ്തിരുന്നില്ല. അതിന് പകരം ഞാൻ മല്ലിയില ചെറുതായിട്ട് അരിഞ്ഞതാണ് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ അത് ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ചിടാം. മല്ലിയില ഇഷ്ടമുള്ളവർക്ക് അതിടാം, അല്ലെങ്കിൽ അത് ഒഴിവാക്കി കറിവേപ്പില ഇട്ട് കൊടുക്കാവുന്നതാണ്. അപ്പോൾ കറിവേപ്പില ഇടുമ്പോൾ ഒരു നാടൻ ടേസ്റ്റൊക്കെ കിട്ടും. അപ്പോൾ അതുപോലെ ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇതെല്ലാം ഒന്നും കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. ഇനി നമുക്കൊരു പാൻ അടുപ്പത്ത് വെച്ച് ചൂടാക്കിയിട്ട് ഒരു കുഴിയുള്ള ടൈപ്പ് പാൻ എടുക്കുക. അപ്പോൾ ഇതുപോലെ ഒരു പാനിൽ കുറച്ച് എണ്ണ ചൂടാക്കി എടുക്കുക. അപ്പോൾ നമ്മൾ ഡീപ്പ് ഫ്രൈ ആണ് ചെയ്യുന്നത്. അപ്പോൾ ഇതുപോലെ ഓരോ സ്പൂൺ വീതം നമുക്കിതിനകത്തോട്ട് ഒഴിച്ചു കൊടുക്കാം. നമ്മൾ ഈ ബാറ്റർ തയ്യാറാക്കിയേക്കുന്നത് ഒട്ടും തന്നെ വെള്ളം ഒഴിക്കാതെയാണ് തയ്യാറാക്കിയേക്കുന്നത്. ഇഡ്ഡലിയുടെ ബാറ്റർ ആണെങ്കിൽ ഉപയോഗിക്കുന്നതെങ്കിൽ ഇത്തിരി വെള്ളം ഒഴിച്ച് ഒന്ന് നീട്ടിയെടുക്കണം. എന്നാലും ഒത്തിരി അങ്ങ് വെള്ളമാകരുത്. വെള്ളമാകുമ്പോൾ നമുക്കിതുപോലെ കോരി ഒഴിച്ച് എടുക്കുമ്പം ഷേപ്പ് കിട്ടത്തില്ല. അപ്പോൾ അത് ശ്രദ്ധിക്കുക. അപ്പോൾ നമ്മളിവിടെ ദോശയുടെ മാവ് എടുത്തുകൊണ്ട് ഒട്ടും തന്നെ വെള്ളം ഒഴിക്കാതെയാണ് എടുത്തേക്കുന്നത്. അപ്പോൾ ഇതുപോലെ നമുക്ക് ഓരോ സ്പൂൺ വീതം കോരി ഒഴിച്ചതിന് ശേഷം ഇതുപോലെ 2 വശവും നല്ല ഫ്രൈ ആകുന്നിടം വരെ ഒന്ന് ഗോൾഡൻ നിറമാകുന്നിടം വരെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുക. ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെക്കാൻ ശ്രദ്ധിക്കാം. പെട്ടെന്ന് വെച്ചാൽ പിന്നെ നമ്മുടെ ആകാശവും വേഗത്തില്ല, അപ്പം പെട്ടെന്ന് അങ്ങ് കരിഞ്ഞു പോകും. അപ്പം ഹൈ ഫ്ലെയിമിൽ വെക്കല്ല, ഒരു ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെക്കാൻ ശ്രദ്ധിക്കാം. ഇനി നമുക്ക് ഒരു ഗോൾഡൻ നിറമൊക്കെ ആകുമ്പോഴത്തേന് നമുക്ക് കോരി മാറ്റാം. ഇതുപോലെ ഓരോ ബാച്ചസായിട്ട് അടുത്തതും ഇതുപോലെ കോരി ഒഴിച്ചുണ്ടാക്കാവുന്നതാണ്. അപ്പം ഇതിൻ്റെ കൂടെ സൈഡ് ഡിഷായിട്ട് നമുക്ക് ചട്നി ഉപയോഗിക്കാവുന്നതാണ്. ഈ വടയുടെയൊക്കെ ആ ഒരു ടേസ്റ്റ് തന്നെ വരും കേട്ടോ. പിന്നെ ഈ റവയും കൂടെ ചേർക്കുമ്പോൾ ഒരു ക്രിസ്പിനെസ്സും വരും. അപ്പോൾ അതുകൊണ്ട് നല്ലൊരു സ്നാക്കാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ. ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും, അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. ഇനി അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ.